3 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സ്തോത്രം. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. റോബർട്ട് ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യം ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിന്നെന്ന് തിരിച്ചറിയുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരും പറയുന്നു. സ്തോത്രം. നോക്ക്, ദൈവം നമ്മുടെ മേൽ തൻ്റെ കൃപ പകരണമെങ്കിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ നാം താണിരിക്കണം. സ്തോത്രം. അങ്ങനെ താണിരുന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും. ഞാനെന്ന ഭാവം നമ്മിൽ കടന്നു വരരുത്. സ്തോത്രം. ഞാനൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പാകെയും ലോകത്തിൻ്റെ മുൻപാകെയും മനുഷ്യരുടെ മുമ്പാകെയും സ്വയം തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാൽ സർവശക്തനായ ദൈവം തൻ്റെ കരം നീട്ടി നമ്മെ ഉയർത്തും. സ്തോത്രം. എൻ്റെ കർത്താവ് നമ്മെ താഴ്ചയിൽ കിടന്ന സാഹചര്യങ്ങളെ കണ്ടിട്ട് നീ അവിടെ അങ്ങനെ കിടക്കണ്ട എന്ന് പറഞ്ഞ് താങ്ങി ഉയർത്തുവാൻ തൻ്റെ മുറിഞ്ഞ കരം നീട്ടിയെങ്കിൽ 38 വർഷം ബത്സയിദ കുളത്തിൻ്റെ കരയിൽ സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടന്ന സ്തോത്രം ആ പക്ഷപാത രോഗിയെ എല്ലാവരും കണ്ടു. സ്തോത്രം. എല്ലാവരും കണ്ടിട്ട് മുഖം തിരിച്ചു പോയി. സ്തോത്രം. സൗഖ്യമാകുന്നവർ പലരും തന്നെ ഒന്ന് എടുത്ത് ആ കുളത്തിനകത്തൊന്ന് ഇറക്കും എന്ന് താൻ പ്രതീക്ഷയോടെ പലരെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവരാരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. വർഷങ്ങൾ പലത് കടന്നുപോയി. ഹൃദയത്തിൻ്റെ വേദന അധികം വർദ്ധിച്ചു. താൻ വിങ്ങി വിങ്ങി കരയുമ്പോൾ തൻ്റെ കരച്ചിൽ കേൾക്കുവാൻ, തന്നെ സഹായിക്കുവാൻ ആരും അവിടേക്ക് വന്നില്ല. എന്നാൽ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ് കർത്താവ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോനെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്തോത്രം. ഈ നല്ല പകലിൽ നമ്മോടും ദൈവം ചോദിക്കുന്നത്, സ്തോത്രം, നിൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണമോ? നിൻ്റെ തലമുറയ്ക്ക് ഒരു ഉയർച്ച വേണമോ? നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി മാറണമോ? വേണം എന്നാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. സർവശക്തനായ ദൈവം സകല പ്രശ്നത്തിനും പരിഹാരകനായി അവൻ ഇറങ്ങി വരും. സ്തോത്രം. ഈ നല്ല പകലിൽ പ്രിയ ദൈവമക്കളെ വ്യക്തമായി ഞാൻ പറയട്ടെ, ആരും ലോകത്തിൽ നമ്മെ സഹായിക്കാൻ കടന്നു വരുമെന്ന് നാം വിശ്വസിക്കരുത്. വരുന്നവരെല്ലാം നമ്മുടെ കരത്തിലെ നന്മ കൊണ്ടുകൊണ്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമേ നമ്മെ സഹായിപ്പാൻ പലരും കടന്നു വരത്തുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത് നിൻ്റെ പ്രതിഫലം നോക്കിയിട്ടല്ല, നീ കർത്താവിന് എന്തെങ്കിലും കൊടുക്കും എന്നുള്ള വിശ്വാസം അറിഞ്ഞിട്ടല്ല, പിന്നെയോ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട്, നിൻ്റെ തകർച്ചകൾ കണ്ടിട്ട്, നിൻ്റെ ഒറ്റപ്പെടൽ കണ്ടിട്ട്, ലോകം മുഴുവനും ദേശക്കാർ മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർക്കുന്നത് കണ്ടിട്ട് നീ തേങ്ങിത്തേക്ക് കരഞ്ഞപ്പോൾ, നിൻ്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ ലോകത്തിൽ ആരും ഇല്ലാതെ ഇരിക്കുന്ന കണ്ടപ്പോൾ, നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് നിന്നെ കരത്തിൽ താങ്ങുയർത്താമെന്ന് പറഞ്ഞ് വന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഒന്ന് താഴ്ത്തി കൊടുത്തു നോക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മളിൽ ഒന്നുമില്ലാതിരുന്നിട്ടും മറ്റുള്ള മുമ്പിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്തോത്രം.
10 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ പോക്കില്ലെങ്കിലും മറ്റുള്ളവനെ കാണുമ്പം നമ്മുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറും. സ്തോത്രം. ഉടുക്കാൻ നല്ലൊരു വസ്ത്രമില്ലെങ്കിലും നല്ലൊരു വസ്ത്രം ഉടുത്തോണ്ട് പോകുന്നതിനെ കാണുമ്പോൾ നമ്മുടെ സ്വഭാവ രീതികൾക്ക് മാറ്റം വരും. സ്തോത്രം. നമുക്ക് വാഹനമില്ലാത്തത് കൊണ്ട് വാഹനമുള്ളവൻ വാഹനം ഓടിച്ച് പോകുന്ന കാണുമ്പോൾ നമുക്കവരുടെ അസൂയ തോന്നാറുണ്ട്. സ്തോത്രം. നമുക്കൊരു നല്ല വീടില്ല, പക്ഷെ നല്ല ഒരു വീട് മറ്റൊരുവൻ വെക്കുന്ന കണ്ടാൽ നാം അത് കണ്ട് അസൂയപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ കണ്ണിനും നിന്റെ ഹൃദയത്തിനും പരിച്ഛേദന വന്നാലുണ്ടല്ലോ, നീ അവനെ അനുഗ്രഹിക്കും. സ്തോത്രം. എനിക്കില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടപ്പിറപ്പിന്, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ നാട്ടുകാർക്ക് സകലതും കൊടുത്തല്ലോ കർത്താവേ എന്ന് നന്ദിയുള്ളവരായി ദൈവത്തിന് നീ മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ ഇല്ലായ്മകൾ അവൻ കാണും. നിന്റെ സഹോദരൻ വീണ് കിടക്കാതെ നീ എഴുന്നേറ്റ് ചെന്ന് അവനെ കരം താങ്ങി ഉയർത്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുവാൻ ഒരു നിവൃത്തിയുമില്ലാതെ ഇരിക്കുമ്പോൾ മറ്റുള്ള കുഞ്ഞിനു വേണ്ടി നീ ചെയ്തു കൊടുക്കുന്ന നന്മയുണ്ടല്ലോ, അത് നിന്റെ തലമുറയ്ക്ക് ദൈവം നീതിയായി കണക്കിടും. സ്തോത്രം. നിന്റെ വീട്ടിൽ ആഹാരമില്ലാതെ ഇരുന്നിട്ടും നീ മറ്റുള്ളവൻ്റെ വിശപ്പ് കണ്ട് അവന് വേണ്ടി നീ കരം നീട്ടിയാലുണ്ടല്ലോ, നിന്റെ വിശപ്പിന് ഒരു ശമനം വരും. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഞാനൊന്നുമില്ല ദൈവമേ, നീയാണ് സകലതും, നീയാണ് സർവമെന്ന് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഭാവിച്ചുയരാതെ ദൈവകരത്തിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ പറ, കർത്താവേ നിന്റെ കൃപ എന്നോട് കൂടെ ഇല്ലെങ്കിൽ, നീ എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഈ ജീവിതയാത്ര ഞാൻ തകർന്നു വീഴും. അതുകൊണ്ട് നീ എന്നെ മറന്ന് എന്നെ തള്ളിക്കളയല്ലേ എന്ന് പറഞ്ഞ് നീ ദൈവസ്ഥലിൽ നെടുമ്പാട് വീണ് കരയുവാൻ തയ്യാറായാൽ കുഞ്ഞ്, ലോകത്തിന് മുമ്പിൽ നീയും നിന്റെ തലമുറ ലജ്ജിതരായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ നിന്ദിച്ച ശത്രുവിൻ്റെ മുമ്പിൽ, നിന്നെ മാറ്റി നിർത്തിയ കൂടപ്പിറപ്പുകളുടെ മുൻപിൽ, നിന്നെ പരിഹസിച്ച സഭക്കാരുടെ മുമ്പിൽ സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. ആ നേരത്ത് നിന്റെ തല കുനിഞ്ഞല്ല ഇരിക്കാൻ പോകുന്നത്, തല ഉയർന്നിരിക്കും. അതുകൊണ്ട് നിന്നെ തന്നെ സ്വയം ദൈവത്തിൻ്റെ കാര്യത്തിൽ താഴ്ത്തിക്കൊടുക്ക്. തക്ക സമയത്ത് സർവശക്തൻ നിന്നെ ഉയർത്തും. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം, ഒരു മനുഷ്യനെ അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. സ്തോത്രം. സ്ഥാനവും മാനവും പദവിയും അംഗീകാരവും ദേശത്ത് ഒരു വലിയ വിലയുമുള്ള മനുഷ്യൻ. രാജാവ് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ 2-ാം സ്ഥാനത്ത് അധികാര പദവിയിൽ നിൽക്കുന്ന ഒരു പട്ടാള മേധാവി. എന്നാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, സ്ഥാനമുണ്ട്, മാനമുണ്ട്, പദവിയുണ്ട്, അംഗീകാരമുണ്ട്. താൻ ദേശത്ത് ഒരു ഉന്നത പദവിയിലും എത്തി നിൽക്കുക. പക്ഷേ അവന് പൂർണ്ണമായും ജനസമൂഹത്തിൻ്റെ മധ്യത്തിലോ രാജകൊട്ടാരത്തിലോ അവൻ്റെ ഭവനത്തിലോ അവന് ധൈര്യമായി നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനെന്ന ഭാവം തന്നെ എവിടെ കൊണ്ടെത്തിച്ചെന്നറിയാമോ? ഒരു മാരക രോഗത്തിൽ കൊണ്ടെത്തിച്ചു. ഞാനെന്ന ഭാവം തന്നെ ഒരു വലിയ നിരാശയിലേക്ക് കൊണ്ടെത്തിച്ചു. ഞാൻ എന്തൊക്കെ ആണ്, ഞാൻ മൂലമാണ് ഈ രാജ്യത്തിന് ജയം കിട്ടിയതെന്ന് പറഞ്ഞ് രാജാവ് തൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തിയിട്ടും തനിക്ക് രാജാവിന് മുമ്പ് ചെന്ന് നിൽക്കാൻ കഴിയാതെ പോയത് തൻ്റെ അകത്തളത്തിലുള്ള അഹങ്കാര മനോഭാവമാ. സ്തോത്രം. എന്തായിരുന്നു? സ്തോത്രം. താൻ എന്തൊക്കെയാണുള്ള ചിന്ത. ഒടുവിൽ അവനൊരു മാരക രോഗത്തിന് അടിമയായി തൻ്റെ തല രാജ്യത്തും രാജാവിന് മുമ്പിലും ദേശക്കാരുടെ മുമ്പിലും കുനിയേണ്ടുന്ന സാഹചര്യം വന്നു. സ്തോത്രം. എന്താണെന്നറിയാമോ? അവൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗം ബാധിച്ചു. ഈ നല്ല പകലിൽ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഭാവിക്കണതിന് മീതെ ഭാവിച്ചുയരാതെ സ്തോത്രം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കഴി നീ നിന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പറ, കർത്താവേ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സ്തോത്രം നീ തന്ന ദാനമാണ്. സ്തോത്രം ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും ഡോക്ടറും എടുക്കുകൊണ്ട് കിട്ടിയതല്ല, എൻ്റെ അപ്പൻ തന്ന ആഹാരത്തിൻ്റെ ബലത്താൽ കിട്ടിയതല്ല. സ്തോത്രം എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ നേടിയതല്ല, നിൻ്റെ ദയ കൊണ്ട് ലഭിച്ചതാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുൻപാകെ സ്വയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. കുഞ്ഞെ, നീ ഉടുക്കുന്ന വസ്ത്രം മനോഹാരിതയുള്ള വസ്ത്രമാ. നിൻ്റെ വീട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനമാ. സ്തോത്രം നീ യാത്ര ചെയ്യുന്ന വാഹനം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാ. സ്തോത്രം എന്നാൽ ഇതില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ ദേശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നേരം ഒന്ന് അന്തി ഉറങ്ങുവാൻ വേണ്ടി, ഒന്ന് തൻ്റെ കൂടപ്പുറപ്പുകളുടെ അടുക്കലേക്കൊന്ന് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാതെ നിരാശയോടെ മനം തളർന്ന് മനം കലങ്ങി ദേശത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടെന്നറിയാമോ? എന്നാൽ അങ്ങനെയൊന്നും വരുത്താതെ നിന്നെ സർവശക്തനായ ദൈവം കാത്തു പരിപാലിച്ചെങ്കിൽ എൻ്റെ ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താൽ മതിയാകും. ഒരു പക്ഷേ നീ പറയും, ഞങ്ങളുടെ കുടുംബക്കാരുടെ മാഹാത്മ്യമാണ്. സ്തോത്രം എൻ്റെ കരത്തിലെ പണത്തിൻ്റെ പവറാണ്. സ്തോത്രം ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ ബലമാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഒരു പക്ഷെ നിൻ്റെ ഹൃദയത്തിനകത്ത് നീ പറയാം. എന്നാൽ ഈ പകൽക്കാലം ഞാൻ വ്യക്തമായി പറയട്ടെ, സകല നന്മയും വിളവ് വർദ്ധിച്ച് അധികമായി കളപ്പുര കൂട്ടി അതിനകത്ത് ശേഖരിച്ചു വച്ച ധനവാനോട് സർവശക്തനായ ദൈവം സ്വർഗത്തു നിന്നൊരു ചോദ്യം ചോദിക്കുന്നത് ഈ പകൽക്കാലം നീ ഓർക്കണം. അല്ലയോ ധനവാനേ, നീ കൂട്ടിവെച്ച നന്മയൊക്കെ നല്ലതാണ്. നിന്റെ ആയുഷ്കാലം മുഴുവനും നിനക്കതിനും അനുഭവിപ്പാൻ ആരോടും ചോദിക്കണ്ട, അതെല്ലാം നിന്റെ അവകാശത്തുള്ളത്. പക്ഷേ ഈ നന്മയെല്ലാം നിന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, ഈ രാത്രി നീ കിടന്നുറങ്ങുമ്പോൾ ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതെല്ലാം ആരനുഭവിക്കും? കുഞ്ഞേ, നിന്റെ പ്രാണൻ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നീ ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും, നീ ചോദിച്ച നിന്റെ തലമുറയും, നീ ആഗ്രഹിച്ച നിനക്ക് ഭവനവും തന്ന് ഭൂതലത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറ. സ്തോത്രം. നോക്ക്, ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ സ്വന്തം ഭവനത്തിൽ പോലും തൻ്റെ തല ഉയർത്തുവാൻ കഴിയാതെ താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയമുള്ള തൻ്റെ ഭാര്യയുടെ മുമ്പിൽ പോലും ഒന്ന് നിവർന്നു നിൽപ്പാൻ കഴിയാത്തതുപോലെ അവന് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ അവൻ വല്ലാത്ത കഷ്ടത്തിലായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ലോകത്തിനു വൈദ്യനായ പരമവൈദ്യന ക്രിസ്തുവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. വൈദ്യന്മാർ തങ്ങളുടെ മുറിവ് വെച്ച് കെട്ടിയിട്ട് പറയും ദൈവത്തോട് പ്രാർത്ഥിക്കുക. വൈദ്യന്മാർ, ഡോക്ടർമാർ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി തുന്നി തയ്ച്ച് വെച്ചിട്ട് പറയും ദൈവത്തോട് പറയുവാൻ. എന്നാൽ നിന്നെ ഉരുവാക്കിയ ദൈവത്തിന് അറിയാം നീ സൗഖ്യമാകുമോ സൗഖ്യമാകത്തില്ലയോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ കഷ്ടത്തിലൂടെ ദൈവ പൈതലെ നിന്നെ കടത്തിവിടാനല്ല കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ലോകത്തിൽ രോഗമുണ്ട്, രോഗത്തിലൂടെ കടത്തിവിട്ട് നിന്നെ തകർത്ത് കളയുവാനല്ല കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ട് ലോകയുടെ മുമ്പിൽ ചോദ്യചിഹ്നമാകാനല്ല എൻ്റെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നീ ചോദിക്കുന്നതിലും നീ ചിന്തിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും ഉപരിയായി നിന്നെ നന്ന് നിറപ്പാൻ കഴിവുള്ളവനാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് സകലതും മറന്ന് സർവവും മറന്ന് നിന്നെ വീണ്ടെടുത്ത ദൈവത്തിന് മുഴുമഹത്വവും കൊടുക്ക്. ആ കർത്താവ് നിന്നെ ഒരു നാളും കൈവിടത്തില്ല. നയമാൻ തൻ്റെ ഭവനത്തിൽ തലകുനിച്ചു, തൻ്റെ രാജ്യത്തിൽ
തലകുനിച്ചു. രാജാവിൻ്റെ മുമ്പിൽ തലകുനിച്ചു. ആരുടെയും മുമ്പിൽ ചെന്നൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്തതുപോലെ രോഗം അവനെ കടന്നു പിടിച്ചു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ രോഗിയായ നീ, പ്രത്യേകാൽ കുഷ്ഠരോഗം ബാധിച്ച നിന്നെ പട്ടണത്തിൻ്റെ വെളിയിൽ കളയണമെന്ന ദൈവവചനത്തിൻ്റെ നിയമം, അന്നത്തെ രാജ്യത്തിൻ്റെ നിയമവും. അതുകൊണ്ട് അവൻ ആരും അറിയാതെ അതിനെ മൂടി വച്ചു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആരും അറിയത്തില്ല, ആരും കാണത്തില്ല, ആരും എന്നെ പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് മൂടി വയ്ക്കുന്ന പലതിൻ്റെയും പിൻപിൽ ദൈവത്തിൻ്റെ കരം കണ്ടുകൊണ്ടിരിക്കും, ദൈവത്തിൻ്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തോട് നീ മത്സരിക്കാതെ, ദൈവത്തോട് മറുതലിച്ച് നിൽക്കാതെ, ദൈവത്തിന് മുമ്പിൽ ഞാനൊന്നുമില്ലെന്ന് പറഞ്ഞ് സകലതും അവിടുന്നാണെന്ന് പറഞ്ഞ് ദൈവസനെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. നീ കരയുന്നത് നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഓർത്താണോ? എൻ്റെ കർത്താവ് അതിന് മറുപടി തരുവാൻ ശക്തനാ. നീ കരയുന്നത് നിൻ്റെ കൂട്ടാളിയുടെ ജീവിതത്തെ ഓർത്തിട്ടാണോ? അതിന് മറുപടി തരുവാൻ കർത്താവ് ശക്തനാ. നിൻ്റെ ഭവനത്തിന് ദുസ്ഥിതി ഓർത്തിട്ടാണോ നീ ദൈവസന്നിധി കരയുന്നത്? അതിന് മറുപടി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഓ, നിൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തെ ഓർത്താണോ നീ വ്യാകുലപ്പെടുന്നത്? സൗഖ്യം തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. നോക്ക്, നയമാൻ എന്ന് പറഞ്ഞ കുഷ്ഠരോഗി തൻ്റെ ജീവിതത്തിൽ തകർന്നടിഞ്ഞവനായി തൻ്റെ ഭവനത്തിനകത്ത് നിരാശയോടെ ഇരിക്കുമ്പോൾ, സ്തോത്രം, ആർക്കും വേണ്ടാതെ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടി, സ്തോത്രം, അവൾ പറയുകയാണ്, ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, യജമാനനെ അവൻ്റെ അടുക്കലൊന്നു ചെന്നാൽ നിൻ്റെ ഈ രോഗത്തിന് പരിഹാരം ലഭിക്കും. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, നിന്നെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിനക്ക് വലിയ സൗന്ദര്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല. സ്തോത്രം. അവർ കാണുന്ന കാഴ്ചപ്പാടിൽ നീ ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയൊന്നും ആയിരിക്കത്തില്ല. സ്തോത്രം. അവരെ പോലെ നിനക്ക് വിദ്യാഭ്യാസവും ലോകത്തിൻ്റെ പരിജ്ഞാനവും ഉണ്ടെന്ന് വരത്തില്ല. പക്ഷേ നിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതിയും ആരാധനയുമുണ്ടല്ലോ, അത് മുഴുവൻ ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിനക്ക് കിട്ടിയ മഹത്വത്തിൽ നീ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്ക്, ധൈര്യമുള്ളവളായി നിൽക്ക്. കർത്താവ് നിൻ്റെ കൂടെ ഉള്ളിടത്തോളം നീ ആയിരിക്കും ദേശത്തിൻ്റെ നടുവിൽ ഉന്നത സ്ഥാനങ്ങളിൽ വാഹനമേറാൻ പോകുന്നത്. ആ പെൺകൊച്ച് പറഞ്ഞ വാക്ക്, സ്തോത്രം, നയമാൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായി. ഈ നല്ല പ്രഭാതത്തിൽ ഉപവാസ പ്രാർത്ഥന 4-ാം പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വാഗ്ദത്തം ചെയ്തവനും വിശ്വസ്തനാ. അതുകൊണ്ട് അവനുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്തി കളയരുത്. ലോകം നിന്നെക്കുറിച്ച്, നിൻ്റെ മക്കളെക്കുറിച്ച്, നിൻ്റെ കൂട്ടാളിയെക്കുറിച്ച്, നിൻ്റെ ഭവനത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് പലതും പറയും. എന്നിട്ട് നിന്നെ ഏത് തരത്തിലും തകർത്ത് കളയാൻ പദ്ധതി ഒരുക്കി ദേശത്തുള്ള സകലരെ നിനക്കെതിരെ എഴുന്നേൽപ്പിക്കും. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. 3.5 വർഷക്കാലം ഇസ്രായേൽ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നടന്നു പോയ യേശുവിനെ ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും പുരോഹിതന്മാരും അധികാരിവർഗവും ഒരുപോലെ തകർക്കാൻ പദ്ധതിയിട്ടിട്ടും യേശുവിനെ തൊടുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മക്കളായ, അവൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നിന്നെയും എന്നെയും ഒരധികാരി വർഗത്തിനും ദേശത്തെ ഒരു വ്യക്തികൾക്കും തകർക്കുവാൻ പറ്റത്തില്ല. കുഞ്ഞെ, നീ വിശ്വസിക്ക്. ഇന്ന് അല്പ കഷ്ടമാണെങ്കിലും ഈ കഷ്ടം മാറും. ഇന്ന് അല്പ കണ്ണുനീരാണെങ്കിലും ഈ കണ്ണുനീര് മാറും. ഇന്ന് അല്പം വേദനയാണെങ്കിലും ആ വേദന മാറും. ഇന്നല്പ രോഗമാണെങ്കിൽ ആ രോഗം മാറും. കർത്താവ് തേജസ്സുള്ളൊരു ശരീരം നിനക്ക് തരും, സന്തോഷമുള്ളൊരു ഹൃദയം നിനക്ക് തരും, ആത്മാർത്ഥതയോടെ ദേശത്തിന് നിൽപ്പാനുള്ള ധൈര്യവും അവൻ നിനക്ക് പകർന്നു തരും. അതുകൊണ്ട്
ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ ഒന്ന് താഴ്ത്തി കൊടുക്കണം. സ്തോത്രം. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ നടപ്പ് സ്തോത്രം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. സ്തോത്രം. സ്തോത്രം. നോക്ക്, നിങ്ങളുടെ നടപ്പ് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവപ്രസാദം വെളിപ്പെട്ടാലേ നമ്മുടെ നടപ്പ് നിർമ്മലമാകത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, അധികാരവും പദവിയും സ്ഥാനവും മാനവും ഉള്ള സ്തോത്രം നോക്ക്, ആ പ്രിയപ്പെട്ടവൻ സ്തോത്രം, ആ നയമാൻ, ആ പാവപ്പെട്ട പെൺകുഞ്ഞു പറഞ്ഞത് കേട്ടു വിശ്വസിച്ചു. എവിടെ പോകാനാ പറഞ്ഞത്? യെശയ്യാ പ്രവാചകൻ, സ്തോത്രം, ഏലീശാ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലാനാ പറഞ്ഞു. സ്തോത്രം. എന്നാൽ നയമാൻ എങ്ങോട്ടാ പോയത്? സ്തോത്രം, ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ അടുക്കലേക്ക്. കുഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ പറഞ്ഞാൽ പിന്നെ ഉപദേശിയുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത്. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധി പോകാൻ പറഞ്ഞ സ്തോത്രം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിൻ്റെ നടുവിലോട്ടാണ് പോകേണ്ടത്. സ്തോത്രം. ദൈവവചനം പറയുന്നത് പോലെ അനുസരിക്കാൻ പറഞ്ഞ പറയുന്നത് പോലെ ചെയ്യണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ തകർന്നു പോകുവാൻ ഇടവരത്തില്ല. നോക്ക്, നയമാൻ രാജാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ രാജാവ് അവനോട് ദേഷ്യപ്പെട്ടു. സ്തോത്രം. എന്നാൽ ആ ദേഷ്യം കേട്ട നയമാൻ നിരാശയോടെ മടങ്ങുമ്പോൾ സ്തോത്രം, സ്ഥാനമോ മാനമോ പദവിയോ അംഗീകാരമില്ലാത്ത ഈ നയമാൻ്റെ സേവകൻ എന്ന് പറഞ്ഞാൽ നയമാനെ സംരക്ഷിക്കുന്ന തൻ്റെ ഭടൻ, സ്തോത്രം, നയമാനോട് പറഞ്ഞ ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കണേ. സ്തോത്രം. നിൻ്റെ വാക്കിന് ഒരു പക്ഷേ ലോകം വില കൽപ്പിക്കത്തില്ല. സ്തോത്രം. നീ പറയുന്നത് ആരും ചിലപ്പം അംഗീകരിച്ചെന്ന് വരത്തില്ല. എങ്കിലും കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ പോ, അവരോട് സുവിശേഷം പറ. വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്താനാണ് പറഞ്ഞത്, വിശ്വസിക്കാതിനെ വിട്ട് കളഞ്ഞാക്കാനാണ് പറയുന്നത്. സ്തോത്രം. ഇങ്ങനെയാണെങ്കിൽ സ്തോത്രം, തൻ്റെ സേവകൻ പറയുകയാണ്, തൻ്റെ അകമ്പടി നായകൻ പറയുകയാണ്, സ്തോത്രം, രാജാവേ, ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പറയുന്നത് കേട്ട് അനുസരിച്ച് ചെയ്യുവാൻ അങ്ങയ്ക്ക് മനസ്സുണ്ടാകുമെങ്കിൽ ആ പെൺകുഞ്ഞു പറഞ്ഞത് രാജാവിൻ്റെ അടുക്കപ്പാനല്ല, ഏലീശ എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട്, അവിടെ ചെല്ലാനാ പറഞ്ഞത്. ബോധം ഇല്ലാത്ത, അഹങ്കാര മനോഭാവം അകത്തളത്തിൽ കുടികൊണ്ടിട്ട് ഞാനെന്ന ഭാവം നടിക്കുന്ന നയമാൻ ആ ഭൃത്യൻ്റെ വാക്ക് കേട്ടു. ചില സമയങ്ങളിലൊക്കെ നാം പറയുന്നത് ചിലർ കേട്ടെന്നു വരത്തില്ല, അംഗീകരിച്ചെന്നു വരത്തില്ല എന്ന് കരുതി നിരാശപ്പെടണ്ട. നിന്നെ ശക്തനാക്കുന്ന ഒരുവനാ നിൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ശക്തി പ്രാപിച്ചിട്ട് വീണ്ടും വീണ്ടും നീ ഉച്ചത്തിൽ പറയണം, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിയുടെ മുകൾ പരപ്പിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഉച്ചത്തിൽ നീ ഘോഷിക്കാൻ തുടങ്ങണം. കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. മനസ്സില്ല മനസ്സോടെ സ്വത്രം. ഇതുപോലല്ലേ നമ്മളിൽ പലരും ആദ്യമൊക്കെ ഇവിടെ വന്നത്? സ്വത്രം. ഇതുപോലെയല്ലേ പെന്തിക്കോസ് പള്ളിക്കകത്തോട്ട് ചിലരൊക്കെ ചെല്ലുന്നത്? സ്വത്രം. അവിടെ ചെന്നാൽ കാണാനൊന്നുമില്ല, അവിടെ ചെന്നാൽ എപ്പോഴും അല്ലേലിയും സ്വോത്രവും കയ്യടിയും ആരാധനയും ഒക്കെയാ. ഞങ്ങൾ പോകുന്നിടത്ത് ഇതൊന്നുമില്ല. മിണ്ടാതെ ചെന്ന് നിൽക്കുക, മിണ്ടാതെ ആമേൻ പറഞ്ഞു പോരുക. അതല്ലേ നല്ലത്? അല്ല കുഞ്ഞേ, നീ ജീവനുള്ള വ്യക്തിയായ നീ
മിണ്ടാതിരിക്കത്തില്ല, നീ ചലിച്ചുകൊണ്ടേയിരിക്കും. സ്വത്രം. അങ്ങനെയാണ് ചലിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവായ ജീവൻ നിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് പാസ്റ്റർ പറഞ്ഞത് ഒരു ഹല്ലേലൂയ പറ, കരമൊന്നടിക്ക്, നീ ദൈവത്തെ ഒന്ന് ആരാധിക്ക്. ആത്മാവിൻ്റെ അഭിഷേകം നിൻ്റെ മേലെ നിറങ്ങുമ്പോൾ നീ ആള് മാറിയവനെ പോലെ ആകുമെന്ന് പെന്തിക്കോസ്തിലെ പാസ്റ്റർ പറയുന്നത്. അപ്പോൾ നീ പറയുന്ന മറുപടിയാണ് സ്വത്രം. ആ പാസ്റ്റർക്ക് ഒരു ബോധവും ഇല്ല, ഒരു വിവരവും ഇല്ല. സ്വത്രം. ഞങ്ങളുടെ സോ ഇട്ടേക്കുന്ന വസ്ത്രം ഒന്ന് കണ്ടാൽ മതി, എന്തോ പവറാന്നറിയാമോ? സ്വത്രം. ഇനി ആ പാസ്റ്റർമാരോട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞു നടക്കത്തൊന്നുമില്ല. ഞങ്ങളുടെ സോ അദ്ദേഹത്തിൻ്റെ വാക്കിന് തന്നെ ഒരു അധികാരമുണ്ടെന്ന്. സ്വത്രം. എടാ, പിശാചി ലോകത്തിൽ എന്തെല്ലാം അധികാരത്തിൻ്റെ പരിപാടി കാണിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലല്ലേ നീയും? സത്യവചനമെടുത്ത് പ്രസംഗിക്കുക, സത്യവചനത്തിന് സാക്ഷിയായി നിൽക്കാനും നീ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും വചനത്തെ കോട്ടിവളച്ച് സ്വത്രം ദൈവത്തിനും ദൈവമക്കൾക്കും വിപരീതമായി ലോകത്തിലെ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദുർസ്വഭാവത്തിനുടമയല്ലേ നീ? പിടിക്കുന്നത് ബൈബിളാണെങ്കിലും പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ സേവകാത്മായി. എന്നാൽ ആ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സംരക്ഷകൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഏലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഏലീശ പ്രവാചകൻ, നീ എന്തു കൊണ്ടുവന്നു? സ്വത്രം. നീ ഏത് പള്ളിക്കാരനാ? നിൻ്റെ കുടുംബം എവിടെയുള്ളതാ? നീ യഹൂദനാണോ? സ്വത്രം. മാത്രമല്ല, പള്ളിയിലെ കുടിശ്ശികയെല്ലാം തീർത്തിട്ടാണോ വന്നേക്കുന്നത്? സ്വത്രം. ഇല്ലെങ്കിൽ ഇന്ന ചടങ്ങുകൾ ഇവിടെയുണ്ട്, ആ ചടങ്ങു പ്രകാരം നീ വന്നാലേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ, നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കത്തുള്ളൂ. പിന്നെ പോക്കറ്റ് വീർത്തിരിക്കുകയാണോ? സ്തോത്രം. മുഖമൊക്കെ നല്ല ചോര പോലെ ചുമന്ന് തൊടുത്തിരിക്കുകയാണോ എന്നൊക്കെ ഒന്ന് നോക്കും. കീറിയ വസ്ത്രമായിട്ട് വന്നാൽ പറയും, സഹോദര നില്ല്. സ്വത്രം. നല്ല മോടിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ പറയും, സഹോദര കയറി ഇരിക്ക്. സ്വത്രം. എൻ്റെ ദൈവം മുഖം നോക്കിയിരുന്നെങ്കിൽ നീയും ഞാനും അവൻ്റെ മക്കളായി മാറത്തില്ലായിരുന്നു. എൻ്റെ ദൈവം നമ്മുടെ പോക്കറ്റിൻ്റെ അകത്തളത്തെ ശൂന്യത കാണാതെ പോയെങ്കിൽ സ്വത്രം നീയും ഞാനും ഇവിടെ ദൈവത്തെ ആരാധിക്കത്തില്ലായിരുന്നു. കുഞ്ഞെ, നിനക്കും എനിക്കും ലഭിച്ച ഭാഗ്യമുണ്ടല്ലോ, അത് ഈ ലോകത്തെ കീഴ്മേലും മറിക്കാനുള്ള അംഗീകാരവും അധികാരവുമാ. നീ പറഞ്ഞാലുണ്ടല്ലോ ഈ പ്രപഞ്ചവും പ്രകൃതിയും അവിടെ നിൽക്കും. സ്വത്രം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി നമ്മുടെ ലോകത്തിൽ മുഴുവനും കടന്നു പിടിച്ചു. സ്വത്രം. അതിന് തൊട്ടു മുമ്പുള്ള കാലം ഒന്ന് ചിന്തിക്കണം, ഇപ്പോഴത്തുള്ള കാലം ഒന്ന് ചിന്തിക്കണം. എന്തോ ഒരു അഹങ്കാരമായിരുന്നു മനുഷ്യന്. സ്വത്രം. അപ്പനെ പേടിയില്ല, അമ്മയെ പേടിയില്ല, നിയമപാലകരെ പേടിയില്ല, രാജ്യത്തെ ഭരണകർത്താക്കളെ പേടിയില്ല. സ്വത്രം. അഴിഞ്ഞാടി സ്വന്തം അപ്പനും അമ്മയ്ക്കും കൂടപ്പറപ്പുകൾക്കും ദേശത്തിനും നാട്ടുകാർക്കും ഒരു തലവേദനയായി മാറിയിരുന്ന തലമുറകളും മനുഷ്യനും മദ്യം കൊണ്ട് ജീവിതം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ചിന്തിച്ച് ദൈവത്തിനും മനുഷ്യർക്കും വിപരീതമായി ജീവിച്ച ഒരു തലമുറയുടെ നടുവിൽ ദൈവം അയച്ച ഒരു മഹാമാരി കൊണ്ട് 2 വർഷം മനുഷ്യൻ പഠിച്ചു. എന്താണ് മനുഷ്യൻ പഠിച്ചത്? ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ജീവനോടെ ഭൂമിയിൽ പാർക്കാമെന്ന്. സ്വത്രം. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ജീവനോടെ ഭൂമിയിൽ വസിക്കാമെന്ന്. എല്ലാ ഹോസ്പിറ്റലും അടച്ചു, സകല മന്ത്രിമന്ദിരങ്ങളും അടച്ചു. സ്വത്രം. സകല പലിശക്കാരും തങ്ങളുടെ ബാങ്ക് പൂട്ടി. പക്ഷെ ദൈവം ഒരു പുതിയ വാതിൽ തുറന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവം ആ പുതിയ വാതിൽ തുറന്നത്? പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് ഉയർന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഞങ്ങൾ ആ സമയത്ത് എല്ലാവരും വീടടച്ച് അകത്തിരിക്കുമ്പം ഒരു 10-50 സഹോദരങ്ങൾ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദേശത്ത് മാറി 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 ആത്മാവിൽ ആരാധിക്കുന്നത് സ്വർഗം കേട്ടു. സ്വത്രം. സ്വത്രം. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കടന്നു പോയപ്പോഴും പല വീടുകളിൽ പാട്ടില്ല. സ്വത്രം. സിനിമയുടെ ശബ്ദം കേൾക്കാനില്ല, മറ്റ് വെസ്റ്റേൺ മ്യൂസിക് കേൾക്കാനില്ല.
നല്ലതുപോലെ TV-ക്കകത്ത് വീടിനകത്ത് അപ്പനും അമ്മയും മക്കളും ഇരുന്നു കൊണ്ട് നല്ല സുവിശേഷ വചനം കേൾക്കുക. എന്നിട്ട് ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ 2 വർഷം സ്വത്രം ഒരു പലിശക്കാരെയും കണ്ടില്ല, ഒരു ബാങ്കുകാരെയും കണ്ടില്ല, ഒരു മന്ത്രവാദിയെയും കണ്ടില്ല, സ്വത്രം അതുപോലെ തന്നെ മറ്റു ലോകത്തിൽ ആരെയും കണ്ടില്ല. അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് അരി കടം വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ പോലും അയൽവക്കത്തെ വീടിൻ്റെ വാതിൽ പോലും തുറക്കുന്നില്ല. സ്വത്രം ബാങ്കിൽ പോയി ലോൺ ബാങ്കിൽ പോയി പൈസ എടുത്തുകൊണ്ട് പറഞ്ഞാൽ ബാങ്കിൽ പോകാൻ പറ്റത്തുമില്ല. എന്നാൽ സർവശക്തനായ ദൈവം സകലരെയും പുലർത്തി. സ്വത്രം എങ്ങനാ? സൗജന്യമായിട്ട് പുലർത്തി. അല്ലേ പറയുക അല്ലേ? സൗജന്യ അരിയല്ലേ സർക്കാർ തന്നത്? സ്വത്രം. അപ്പം ദൈവത്തെ വിളിച്ചാൽ നീ വില കൊടുക്കാതെ സകലതും നിനക്ക് ദൈവം തരും. ഒരല്ലേ പറയുക ദൈവത്തെ വിളിച്ചാൽ വില കൊടുക്കാതെ സർവവും സകലതും ദൈവം നിനക്ക് തരും. അത് നീ കണ്ടില്ലേ? അത് നീ അനുഭവിച്ചില്ലേ? 2 വർഷം നീ അധ്വാനിക്കാതെ നീ തിന്നില്ലേ? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. സ്വത്രം. കർത്താവ് മനസ്സിലാകാത്തവരെ മനസ്സിലാക്കി തരുന്നതാ ഇങ്ങനെയൊക്കെയുള്ള ചില മഹാമാരികൾ, ചില രോഗങ്ങൾ നിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ തിരുവന ശുശ്രൂഷ നിർത്തുവാൻ ആഗ്രഹിക്കുക. സ്വത്രം. നാം എല്ലാവരും രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. സ്വത്രം. ആ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി വരുന്നതിന് തൊട്ടു മുമ്പ് ഹോസ്പിറ്റലിൽ കിടന്നവർ പലരുണ്ട്. ഇന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ, ഇന്ന് ഹാർട്ടിൻ്റെ വാൽവ് മാറ്റിവെച്ചില്ലെങ്കിൽ, സ്വത്രം ഇന്ന് ഇന്ന മരുന്ന് കൊണ്ടുവന്ന് കുത്തിവെച്ചില്ലെങ്കിൽ നീ തട്ടിപ്പോകും. സ്വത്രം. അതിന് ഇത്ര ലക്ഷം എന്ന് കണക്കെഴുതി ബില്ലും കൊണ്ട് വന്നപ്പോഴാണ് കോവിഡ്. സ്വത്രം. സ്വന്തം കുഞ്ഞിൻ്റെ നെഞ്ച് വെട്ടിപ്പിളർന്ന് ആ നെഞ്ചിൻ്റെ വാൽവ് മാറ്റിവെക്കാൻ വേണ്ടി ദ്രുതഗതിയിൽ അപ്പനും അമ്മയും ഓടുമ്പോൾ പറയുന്നു മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. റോഡ് ബ്ലോക്ക്, ക്വാറന്റൈനാ. സ്വത്രം. ഇപ്പം ചത്തുപോകുമെന്ന് പറഞ്ഞ കൊച്ചു തൻ്റെ ജീവനോടെ വന്ന്, ഇപ്പം ഹാർട്ട് മാറ്റി വെക്കണ അച്ഛ എന്താണ്ട് ഒരു കുഴപ്പമില്ല, അത് വീട്ടിൽ വന്ന്. കാരണം എൻ്റെ കർത്താവേ, വാഹനം ഓടിക്കാൻ കഴിയാതെ റോഡ് ബ്ലോക്കായിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഹോസ്പിറ്റൽ ഡോക്ടർമാർ മുഴുവനും മാസ്ക് വെച്ചുകൊണ്ട് പുറത്തിറങ്ങാതെ അതിനകത്ത് കുത്തിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞു രോഗിയായിട്ട് ആശുപത്രി കൊണ്ടുപോകാനൊക്കാതെ വാഹനമില്ലാതെ ഇരിക്കുന്നു. എവിടോട്ടാ പറഞ്ഞത്? ദൈവത്തോട്. നിന്നെ സൂക്ഷിച്ചില്ലേ? നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചില്ലേ? നിന്റെ കൂട്ടാളിയെ സൂക്ഷിച്ചില്ലേ? ഇനി കോവിഡ് വന്ന് ചത്തു. ആര്? ഭയപ്പെട്ടവർ. കർത്താവ് പറഞ്ഞു ഭയപ്പെടണ്ടെന്ന്. അത്ര ഭയപ്പെട്ടവർ. അപ്പം ഭയം കൂടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നീയും നിൻ്റെ സന്തതിയും ജീവിത അവസാനം വരെ പുലർത്തപ്പെടും. ആയുസ്സിൻ്റെ മധ്യത്തിൽ തട്ടിപ്പോവത്തില്ല. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. നിന്നെ ഭയപ്പെടുത്തി, നിന്നെ ഭീതിപ്പെടുത്തി, നീ ചത്തുപോകും, നീ ഇങ്ങനായി പോകും, അങ്ങനായി പോകുമെന്ന് പറഞ്ഞ് പിശാച് പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, കുഞ്ഞെ, നീ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ പിശാചിൻ്റെ വാക്ക് കേട്ട് ഭയപ്പെടാതെ എൻ്റെ അടുക്കലേക്ക് അവൻ വരുമോ അവൾ വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഭയം കൂടാതെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നവരാരും ജീവിതത്തെ തകർന്നു പോയിട്ടില്ല. എൻ്റെ കർത്താവ് കോവിഡ് കാലത്തും ജീവനോടെ ഇരിക്കുക, ഇക്കാലത്തും ജീവനോടെ ഇരിക്കുക. കോവിഡിന് മുമ്പും ജീവനോടെ ഇരിക്കുക, ഇനി എല്ലാ കാലത്തും ജീവനോടെ ഇരിക്കുക. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ നീ ആരാധിച്ചാൽ, ജീവനുള്ള ദൈവത്തെ നീ സ്തുതിച്ചാൽ, നിൻ്റെ ഗ്രഹകാര്യം സർവശക്തനായ ദൈവം ക്രമപ്പെടുത്തും. നോക്ക് യോഹന്നാൻ സ്തോത്രം, നോക്ക് നയമാൻ സ്തോത്രം, ഏലിശ പ്രവാചകനടുക്കൽ ചെന്നപ്പോൾ നീ എത്ര ലക്ഷം കൊണ്ടുവന്നിട്ടുള്ള രോഗം ഞാൻ സൗഖ്യമാക്കാം എന്നല്ല സ്തോത്രം പ്രവാചകൻ പറഞ്ഞ, സ്തോത്രം ഏലിശ പറഞ്ഞത്, നീ ഒന്നും എനിക്ക് തരണ്ട, നീ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക.
ഇപ്പം പ്രതിഫലം കൂടാതെ സൗഖ്യം ലഭിക്കണമോ, പ്രതിഫലം കൊടുക്കാതെ നന്മ പ്രാപിക്കണമോ, പ്രതിഫലം കൊടുക്കാതെ നിത്യജീവൻ വേണമോ, അത് തരാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ നീയും ഞാനും ആരാധിക്കുന്ന സർവശക്തനായ കർത്താവ് യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഹൃദയനുറുക്കത്തോടെ നീ പറ, കർത്താവേ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയ മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ വിരഞ്ഞോടുക. പക്ഷെ എനിക്ക് തന്ന സ്വസ്ഥതയ്ക്കായി നന്ദി എന്ന് പറ, എനിക്ക് തന്ന സമാധാനത്തിന് നന്ദി എന്ന് പറ, നിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തതിന് നന്ദി എന്ന് പറ. ദൈവത്തിന് മഹത്വം കൊടുത്താൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ലോകത്തുള്ള വിരഞ്ഞോടിയാൽ നീ ലോകത്തിൽ പട്ടുപോകും. ഏതു വേണമെന്ന് ഇന്ന് പകൽക്കാലം നീ തീരുമാനിക്ക്. ദൈവത്തിൻ്റെ മഹത്വമാണോ വേണ്ടത്, അതോ ലോകത്തിൻ്റെ സ്ഥാനവും മാനവും പദവിയാണോ? സ്തോത്രം. നോക്ക്, അവൻ യോർദാനിലിറങ്ങി മുങ്ങിപ്പൊങ്ങാൻ പറഞ്ഞപ്പോൾ അവന് ദേഷ്യമാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. വിടുതൽ വേണോ, പെന്തിക്കോസ്തി വാ എന്ന് പറഞ്ഞ നീയും ദേഷ്യപ്പെടും. അവിടെ മാത്രമേ ദൈവമുള്ളൂ എന്ന അടുത്ത ചോദ്യവും പൊങ്ങും. സ്തോത്രം. കുഞ്ഞെ, പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞ പള്ളി അല്ല, അത് വിശ്വാസമാണ്. സ്വത്രം. അത് സത്യത്തിലും ആത്മാവിലും ഉള്ള ആരാധനയാ. സ്വത്രം. അങ്ങനെ ആരാധിക്കുന്നത് നിന്നെ വചനം കൊണ്ട് ബലപ്പെടുത്തുന്ന ഉപദേശി, അങ്ങനെ വിശുദ്ധന്മാർ കൂടി വരുന്ന കൂട്ടത്തെയാ പെന്തിക്കോസ് സഭ എന്ന് പറയുന്നത്. സ്വത്രം. ഈ പകൽക്കാലം കണ്ണുകളടയട്ടെ, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. സ്വത്രം. നമ്മുടെ എല്ലാ ഭാവങ്ങളും മാറ്റിവെച്ചിട്ട് ഞാനൊന്നുമില്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് താഴ്ത്തിക്കൊടുക്ക്. ദൈവം നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ കുടുംബത്തെ ഉയർത്തും. അനുസരണമുള്ളവനായി തൻ്റെ ഭാവം, തൻ്റെ വലിപ്പം, തൻ്റെ സ്ഥാനം, മാനം, പദവിയെല്ലാം വിട്ടേച്ച് പ്രവാചകൻ പറഞ്ഞതുപോലെ യോർദാനിൽ ഇറങ്ങി പ്രവാചകൻ പറഞ്ഞ പ്രകാരം 7 പ്രാവശ്യം മുങ്ങി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ തൻ്റെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരം പോലെ രോഗമില്ലാത്ത, ശാപമില്ലാത്ത ഒരു ശരീരത്തിനുടമയായി അവൻ പുറത്തു വന്നെങ്കിൽ കുഞ്ഞെ, ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്, ഈ ഭൂമിയിൽ രോഗമുണ്ട്, ഈ ലോകത്തിൽ പട്ടിണിയുണ്ട്, ഈ ലോകത്തിൽ കഷ്ടപ്പാടുകളുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, സകലത്തിനെയും, സകല ശാപത്തെയും, സകല രോഗത്തെയും, സകല പാപത്തെയും നീക്കി ഞാൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായെങ്കിൽ എൻ്റെ പുണ്യാഗ്രഹത്തിൻ്റെ മറുവിലയായി നിന്നെ വീണ്ടെടുത്തെങ്കിൽ ഈ ലോകത്തിൽ അനുരൂപരാകാതെ ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക.